ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ നാളെ നമ്മുടെ കൃഷിയുടെ ഒന്ന് സന്ദർശിച്ചു. അപ്പം ഇന്ന് നമുക്ക് കൃഷിയുടെ സന്ദർശിക്കാം. അങ്ങനെ നടന്നപ്പോൾ നമ്മുടെ വാഴയിൽ ആദ്യമായിട്ടൊരു കൊലയുണ്ടായി ഗായ്സ്. അതിന് സന്തോഷമാണ് എനിക്ക്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് നിരീക്ഷിക്കുക, ഏതെങ്കിലും വാഴയിൽ കൊലയുണ്ടെങ്കിലോ. അങ്ങനെ പിന്നെ ആ വാഴയുടെ സൈഡൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. കുറേ നാളെ ഇറങ്ങി. പിന്നെ നല്ല രസമാണ്, വൈകിട്ട് നല്ല സൂര്യൻ്റെ പ്രകാശമൊക്കെ നമുക്ക് നല്ലോണം അടിച്ച് സൺസെറ്റും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് കുറേ മരങ്ങളാണ് നമ്മൾ നട്ട് വളർത്തിയിരിക്കുന്നത്. ബഡ്ഡിങ് മരങ്ങളാണ് നമ്മൾ 2-3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന സംഭവങ്ങൾ നമ്മളിവിടെ നട്ടിരിക്കുന്ന. പേരയുണ്ട്, കുറേ മാവിൻ്റെ തൈയുണ്ട്, അൽഫോൺസ് അങ്ങനെയുള്ള ഐറ്റംസുള്ള മാവൊക്കെ ഉണ്ട്. പിന്നെ ചീനിയൊക്കെ ഉണ്ട്, അത് പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ മാവിൻ്റെ ഇല ഇങ്ങനെ പിച്ച് മണത്തൊക്കെ നല്ല ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഗൈസ്, എനിക്കിഷ്ടം കേട്ടോ അതിൻ്റെ മണം. പിന്നെ പേരയിലൊക്കെ പേരയ്ക്ക ഉണ്ടോ നോക്കി. പേരയ്ക്കൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ലൊരു വൈബാണ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അപാര കാറ്റാണ്. കാറ്റത്ത് ഇങ്ങനെ ഉലാത്തി നടക്കാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ നമ്മുടെ കറുവപ്പട്ടയ്ക്കകത്ത് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇങ്ങനെ പടർന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർവാഴ ഒരു തൈ കൊണ്ട് നട്ടയാണ്, പക്ഷെ ഇപ്പോൾ ഒരുപാട് അതിൻ്റെ തൈ പൊട്ടുമുളച്ച് ആ ഗ്രോ ബാഗിൽ തിങ്ങി നെരുങ്ങി നിൽക്കുക. പിന്നെ അതിൻ്റെ സൈഡിലുള്ള പോച്ചയൊക്കെ പിച്ചി കളഞ്ഞു. പിന്നെ നമ്മളൊരു കോവലിൻ്റെ കമ്പ് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു, അതും കിളിച്ചു ഗൈസ്. ഇന്ന് നമുക്ക് കോവയ്ക്കത്തോരൻ കഴിക്കാം. പിന്നെ എൻ്റെ കാന്താരിയിൽ പൂത്തു. പിന്നെ ഉണ്ടമുളക് കഴിച്ചു. ഇതൊന്നും ഞാൻ കാണുന്നില്ല. ഇന്ന് ഒരു ദിവസം ഒന്ന് ഇറങ്ങിയപ്പോൾ നമുക്കിതൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഉണ്ടമുളകൊക്കെ നല്ല പഴുത്താണ് നിൽക്കുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ എൻ്റെ ഇഞ്ചി ഞാൻ കുറേ നാളിന് മുമ്പ് നട്ടതാണ്, ഇപ്പം അത് കിളിച്ച് നിൽപ്പുണ്ട് ഗായ്സ്. അങ്ങനെ പിന്നെ നമ്മുടെ അമ്പഴങ്ങത്ത് ഒരുപാട് കായായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അമ്പഴങ്ങനെ പിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഗായ്സ്. ചിലപ്പോൾ നല്ല പുളിയായിരിക്കും, ഇത് നല്ല പുളിയുണ്ട്, നല്ല വിളഞ്ഞിട്ടില്ല. ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടി ഇങ്ങനെ സെറ്റാക്കി കടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ നമ്മൾ അമ്പഴങ്ങയൊക്കെ നോക്കി. പിന്നെ നമ്മുടെ കുഞ്ഞ് സപ്പോട്ടയാണ്, അതിൽ 2 കാ, ഒരു ഇടത്തൊരു മീഡിയം സൈസിൽ കാ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് വലുതായി കഴിക്കാൻ നമുക്ക് സപ്പോട്ട കഴിക്കാം. അങ്ങനെ ബഡ്ഡിങ് ആണ്, ഇത് കുഞ്ഞതാണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് സൈഡിൽ പുല്ല് വളർത്തിയിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാതെ പുല്ലെല്ലാം അതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുപ്പില്ലായിരുന്നു. അതുകൊണ്ട് പുല്ലെല്ലാം കരിഞ്ഞ് ഗൈസ്. പിന്നെ നമുക്കവിടെ വൃത്തിയാക്കാമെന്ന് വെച്ച് വൃത്തിയാക്കുമ്പോഴില്ലേ ഗൈസ്, കണ്ടോ നമ്മുടെ ഒരു തവള കുറേ നാളുകൊണ്ട് നമ്മുടെ അവിടെ വെള്ളമൊന്നും ഒഴിക്കാതെ വൃത്തിയാക്കാതിരുന്നുകൊണ്ട് തവള കൂടൊക്കെ കൂട്ടിയിരിപ്പായി ഗൈസ്. പിന്നെ അതിൽ കുറേ കരിഞ്ഞ പുല്ലൊക്കെ എടുത്ത് മാറ്റി നല്ല മണ്ണൊക്കെ അതിന് മുകളിലിട്ട് നിരത്തി. പിന്നെ അതിൽ നിന്ന് നമുക്ക് വേറെ പുല്ലായിട്ടൊന്നുമില്ല, പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് പുല്ലുകൾ പറിച്ചിട്ട് ഇത് കുറച്ച് നട്ട് കൊടുത്താൽ മതി. കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ പടർന്ന് സ്പ്ലിറ്റായി ഒരുപാട് നിറച്ച് പുല്ലുകളാണ്. അങ്ങനെ ഓരോരുത്തും പുല്ലുകൾ നട്ട് കൊടുത്തു ഗൈസ്. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് മുറ്റം നിറയാവും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി എന്താ, ഫുഡ് കഴിച്ച് ഉറക്കം പാസ്സാക്കണം. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക.